കേരള സർവകലാശാല വിസിയുടെ വിലക്ക് ലംഘിച്ച് എംപ്ലോയീസ് യൂണിയന്റെ പരിപാടിയിൽ പങ്കെടുത്ത് ജോൺ ബ്രിട്ടാസ് എം പി. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ളവർ ഇരിക്കേണ്ട കസേരകളിൽ അതിന് വിരുദ്ധമായി ചിന്തിക്കുന്നവർ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. മണിപ്പൂർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളും പ്രഭാഷണത്തിനിടെ എം പി പരാമർശിച്ചു. പരിപാടി നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് സർവകലാശാല പറയുന്നത്. അശ്വിൻ ഡിയാഗോ നൽകും വിവരങ്ങൾ. അശ്വിൻ, ഇപ്പോൾ എം പി പങ്കെടുക്കുന്നതിൽ വലിയ തടസ്സം ഉന്നയിച്ചിരുന്നു സർവകലാശാല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് വിവരങ്ങൾ? ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന പേരിലുള്ള പ്രഭാഷണത്തിലാണ് പങ്കെടുത്തത്. അശ്വിൻ, ഇപ്പോൾ പ്രതിമാസ പ്രഭാഷണ പരിപാടിയിലാണ്, എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് ജോൺ ബ്രിട്ടാസ് എത്തിയത്. എന്താണ് ഇപ്പോൾ സർവകലാശാലയുടെ ഇതിനെതിരായ വാദങ്ങൾ? വിനിത, എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ ഒരു ചർച്ചാ വിഷയമായിരുന്നു ഈ ഒരു സംഭാഷണ പരിപാടി. ഈ പരിപാടി മാത്രമല്ല, ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഈ പരിപാടി സംഘടിപ്പിക്കാനാകില്ല എന്നൊരു നിലപാടായിരുന്നു യൂണിവേഴ്സിറ്റി വിസിയുടേത്. പക്ഷേ ഈ നിർദ്ദേശത്തെ എല്ലാം മാനിക്കാതെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ ജോൺ ബ്രിട്ടാസിന്റെ പ്രഭാഷണം എന്തായാലും അവസാനിച്ചിരിക്കുന്നു. കൃത്യം 1:15 തന്നെയാണ് പരിപാടി ആരംഭിച്ചത്. നേരത്തെ അറിയിച്ചതുപോലെ ആ സമയത്ത് തന്നെയായിരുന്നു പരിപാടി തുടങ്ങിയതും. അദ്ദേഹം വേദിയിലെത്തി 2 മണി വരെ സംസാരിച്ചു. ഈ സംസാരത്തിൽ ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത് പലവിധ വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു. മണിപ്പൂർ കഴിഞ്ഞ 11 മാസമായി മണിപ്പൂർ കത്തുകയാണ്. ഇതുവരെ ഒരു ഇന്ത്യൻ ജനാധിപത്യ രീതിയിലുള്ള ഇടപെടൽ അവിടെ ഉണ്ടായിട്ടില്ല. ഈ ഒരു 48 മണിക്കൂറിലധികം ഒരു കലാപം തുടരുകയാണെങ്കിൽ അതിനർത്ഥം ശക്തമായ കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതടക്കം നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. മാത്രമല്ല, ഈ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ, ഈ മോദി സർക്കാരിനെതിരെയുള്ള മാധ്യമങ്ങളുടെ ഇടപെടൽ, ഇന്നുള്ളത് മോദി സർക്കാർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളാണ്. ഇതിനെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നു. ED നടപടി, CBI നടപടി, എൻഫോഴ്സ്മെന്റ് നടപടി, അങ്ങനെ വിവിധ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു. മോദിക്കെതിരെ ശബ്ദിക്കുന്നവരെ പുറത്താക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തിനെതിരെ വിവിധ തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇത്തരം പ്രഭാഷണങ്ങൾ എന്തുകൊണ്ടും നല്ലതാണെന്നും ഈ ഒരു പ്രഭാഷണം ഇതുകൊണ്ട് മാത്രമാണ് താൻ ഈ പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. പക്ഷേ നേരത്തെ നിലവിൽ ഇപ്പോൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാനുള്ള തീരുമാനത്തിലാണ് യൂണിവേഴ്സിറ്റി. ബാക്കി തുടർ നടപടികൾ എന്താണ് എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നുമാണ് സർവകലാശാലയുടെ തീരുമാനം.